സമ്പത്ത് കൊണ്ട് സ്ഥാനാർത്ഥികളിൽ മൂന്നാം സ്ഥാനത്താണെങ്കിലും പുസ്തക ശേഖരത്തിന്റെ കാര്യത്തിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളിൽ ഒന്നാമനാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്. വായിക്കുകയും പഠിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ പാർലമെന്റിൽ ജനങ്ങൾക്കായി പറയാൻ കഴിയൂ എന്നാണ് തോമസ് ഐസക് പറയുന്നത്. 9 ലക്ഷത്തോളം രൂപ മതിപ്പുവിലയുള്ള പുസ്തകങ്ങൾ സ്വന്തമായുണ്ടെന്നാണ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തോമസ് ഐസക് പറയുന്നത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളിൽ ആരാണ് സമ്പന്നർ? ആസ്തി കൊണ്ടും പണം കൊണ്ടും NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയാണ് 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി, 3ാം സ്ഥാനത്താണ് LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്. പക്ഷേ അദ്ദേഹം ഒരു കാര്യത്തിൽ സമ്പത്തിൽ മുന്നിലാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പുസ്തക ശേഖരത്തിൻ്റെ കാര്യത്തിൽ. സാക്ഷാൽ തോമസ് ഐസകൻ നമ്മോടൊപ്പം ചേരുന്നു. അങ്ങ് പുസ്തകത്തിൻ്റെ കാര്യത്തിൽ നമ്പർ 1 ആണ് മറ്റുള്ള 2 സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച്. എന്താണ് ഇതുകൊണ്ട് മറ്റുള്ളവരോടൊരു സന്ദേശമായിട്ട് പറയാനുള്ളത്? വായിക്കണം, പഠിക്കണം. പഠിച്ചാലേ നമുക്ക് പാർലമെന്റിലായാലും പുറത്തായാലും നന്നായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ പറ്റും. 9 ലക്ഷത്തിലധികം രൂപ മതിപ്പ് വിലയുള്ള പുസ്തകങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? എങ്ങനെയാണ്? അത് എൻ്റെ ലിവിങ് റൂമിലെ മുഴുവനും ഷെൽഫുകളാണ്. പിന്നെ ഒരു മുറി അങ്ങനെ തന്നെ പുസ്തകങ്ങൾക്കാണ്. അപ്പോൾ അത് സ്ലൈഡിങ് ഷെൽഫുകളാണ്. ഞാൻ വിസ്കോൺസിൻ ലൈബ്രറി പോയപ്പോൾ അവിടെ അങ്ങനെയാണ്. അപ്പോൾ ഷെൽഫുകളൊക്കെ തള്ളി ഒരു പെട്ടി പോലെയാക്കാം. അപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് ഒരുപാട് ബുക്കുകൾ വെക്കാം. ഒരു പെട്ടി നിറച്ചടക്കി വെക്കുന്ന പോലെ ഇരിക്കും. അപ്പം അങ്ങനത്തെ ഷെൽഫ് റെയിലിൽ പണിതു, റെയിലിൽ കൂടിയാണ് മുറിക്കുന്നത്. അപ്പോൾ ആ ഒരു മുറി മുഴുവനും പുസ്തകമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ വായിക്കാനുള്ള സമയം ഉണ്ടോ, കിട്ടാറുണ്ടോ? വായിക്കും, രാത്രി നോക്കുമെന്ന്. കാരണം ഇതൊക്കെ എഴുതണ്ടേ, ടച്ച് വിടുന്നില്ല. ഇപ്പോൾ ഇന്ന് ഞാൻ എഴുതിയിട്ട് കാലത്ത് പോകുന്നതെന്ന് പറയുമ്പോൾ കൂട്ടിക്കൽ പഞ്ചായത്തിൽ അവിടുത്തെ 12 എഴുത്തുകാർ അവരെഴുതിയ പുസ്തകം എല്ലാം കൂടി 12 പേരുടെ കൂട്ടായ്മ. ഒന്നും മറിച്ചു നോക്കാതെ എഴുതാൻ പറ്റുമോ? അങ്ങനെ വായനയൊക്കെ നിർബന്ധമാണ്. വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്നിപ്പോൾ എല്ലായിടങ്ങളിലും ഡെപ്യൂട്ടി സ്പീക്കറുണ്ട്, മുൻ ആറന്മുള MLA ഉണ്ട്, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉണ്ട്. എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ 7 MLA മാർ ഞാനൊരു ടീമായി കഴിഞ്ഞത്. അത് ജയിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊരു ടീമായി. പുസ്തക ശേഖരമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജനപ്രതിനിധിക്ക് രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള വൈദഗ്ധ്യം മാത്രമല്ല വായനാശീലം കൂടി വേണം എന്ന് തോമസ് ഐസക് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.